നിനക്ക് കിട്ടിയതൊന്നും പോരെ? പോരാ. ഒരു 25,000 കൂടി തരുവാ എന്റെ പേട്ടാ, പ്ലീസ്. 25,000 പറഞ്ഞുറപ്പിച്ച 50,000 ഞാൻ എണ്ണി തന്നതല്ലേ? തന്നതാണ്. പിന്നെ എന്തിനാടാ ഇനിയും കാശ്? അമ്മേ, നാട്ടുകാരുടെ മുന്നിൽ നിനക്ക് പട്ടി ഷോ കാണിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ഫേക്ക് ഇടിന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാണടാ, കാണ്. ഇതെന്ത് പറ്റി? എഞ്ചി പറ്റിയെന്നാ. ഇത് കവലയ്യ സോങ്ങിന് ഡാൻസ് കളിക്കാൻ വേണ്ടി കെട്ടിവെച്ചതല്ല. പിന്നെ നിങ്ങളുടെ ചവിട്ടിന്റെ ടൈമിംഗ് തെറ്റിയോണ്ട് പറ്റിയതാ. ഡെയിലി ഒഴിച്ചിലിന് 1,500 രൂപ വേണം. ഇത് ചക്കരയുടെ ടൈമിംഗ് തെറ്റിയത്. ഇത് സിന്റപ്പന്റെ ടൈമിംഗ് തെറ്റിയത്. ഓ, ഭാഗ്യത്തിന് എന്റെ ടൈമിംഗ് മാത്രം തെറ്റില്ല. നീ കാരണമാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായത്. എങ്ങനെ? പാവന്റെ അനിയൻ കല്യാണം മുടങ്ങി ഹോസ്പിറ്റലിലാണ്. അവന്റെ കവച കൊണ്ടുള്ള അടിച്ച് നശിപ്പിച്ചോളാം. മാറി നീ എന്താ? പോകാ വീട്ടിലമ്മച്ചി തനിച്ചാണ്. ടീം എന്താണ് കരിവാരി തേച്ച് ഈ കൊലത്തില്? നമ്മ പ്രശാന്തിന്റെ സലാറച്ചൂല് ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ പോയതാണ്. പക്ഷെ പോയിട്ട് അപ്പൊ തന്നെ പറഞ്ഞു വിട്ട്. പറഞ്ഞു വിട്ടാ? അതെന്തിനാ? പിന്നെ ഡയറക്ടർ കയറി ടീമെന്ന് വിളിച്ച അയാൾ പറഞ്ഞു വിടൂലേ? മതി മതി, വെറുതെ സംസാരിച്ച് നിൽക്കാതെ പറഞ്ഞുറപ്പിച്ച പൈസ തരാൻ നോക്ക്. തന്നില്ലെങ്കിലോ? അത് തന്നെ, കൊടുക്കണ്ട എന്റെ പേട്ട. മിസ്റ്റർ ആൻഡപ്പൻ, നിങ്ങൾ ഉണ്ടാക്കിയ സകല ഇടിയും ഉഡായിപ്പാണെന്ന് ഞാൻ നാട്ടുകാരുടെ മുഴുവൻ വിളിച്ചു പറയും. അപ്പോഴോ ഹായ് ക്യാഷ്. കൊടുത്തോ. താങ്ക് യു ആൻഡപ്പേട്ട. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. പിന്നെ ടൈമിംഗ് തെറ്റുന്നത് ഒരു വിഷയമേ അല്ല. ഓക്കെ ആൻഡപ്പേട്ട. ടീമേ, നിനക്കിട്ട് വെച്ചിട്ടുണ്ടാ. പ്രശാന്ത് ഇത് പോണേ പോട്ടെ, നമുക്ക് ഓമർ ലുലു ഉണ്ട്. നശിച്ചു പോട്ടെ. കുട്ടാപ്പി, come on. മമ്മിയാകെ ടെററാണല്ലോ. അത് മമ്മിയുടെ കസിൻ ഷെർലാന്റെയും ഫാമിലിയും കൂടി ഇന്നലെ നമ്മുടെ റിസോർട്ടിൽ വന്ന് താമസിച്ചില്ലേ? വിത്ത് 40% ഡിസ്കൗണ്ട്. അവരെ മുട്ടടിച്ചോന്ന് പറഞ്ഞ് മമ്മീനെ ഫാമിലി ഗ്രൂപ്പിലിട്ട് ആന്റി റോസ്റ്റ് ചെയ്ത്. അലോഷേ, നമ്മുടെ റിസോർട്ടിൽ മൂട്ടുണ്ടോടാ? മൂട്ടേ? നമ്മുടെ റിസോർട്ടിലാ? ഇത് എന്തുവായി പറയുന്നത്? അവിടെ മൂട്ടയെങ്ങൂല്ല. അതുപോലെ എലിയും കടിച്ചായിരിക്കും, അല്ലെങ്കിൽ പഴുതാരാവാനേ വഴിയുള്ളൂ. മൂട്ടയില്ല. അത് മാത്രല്ല, കുളിക്കാൻ വേണ്ടി പൈപ്പ് തുറന്നപ്പോ എന്താ വന്നേന്നറിയോ? ചെളിവെള്ളം. അയ്യോ, പച്ചക്കള്ളം. അവിടുത്തെ മോട്ടർ കത്തിപ്പോയിട്ട് മാസങ്ങളായി. ആ ടാങ്കിനകത്തെ ആഴ്ചകളായിട്ട് ഒരു പൂച്ച പറ്റി പെരുകി കിടക്കുക. ഇനി പൂച്ച എങ്ങാനും മൂത്രം ഒഴിച്ച് ടാങ്ക് നിറച്ചാണോ? അങ്ങനെ നിറയോടാ? ഇത് മനഃപൂർവ്വം മേരി ചേച്ചിനെ ടാർഗറ്റ് ചെയ്തേക്കണം അല്ലേ? ചേച്ചിയോടുള്ള അസൂയാണ്. മേരി, റിസോർട്ടിന്റെ ശോചനീയ അവസ്ഥയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ അവർ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അങ്ങനെയെങ്കിലും രണ്ടാള് കേറട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇത്ര അതപ്പതിച്ച് കിടക്കുവന്ന് ഞാൻ അറിഞ്ഞോ? മേരി, എന്താ ഇതിലും ശോകമാണ് അവസ്ഥ. എന്താ, നമുക്ക് ഈ റിസോർട്ട് ഒന്ന് റെനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കണ്ടേ എന്റെ മേരിക്ക് വേണ്ടി? ചാട്ട എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതെ, സ്വർണ്ണായിട്ട് ആകെ കയ്യിലുള്ളത് ഈ 2 വളയാ. ഇതും കൂടി കൊണ്ട് പണയം വെച്ചാ പിന്നെ എന്തിട്ട് ഞാൻ പുറത്തിറങ്ങി നടക്കാനാ? നിങ്ങൾ പറ. ഇതിലും കിടലൻ ഡിസൈനുള്ള ഈ വളയിട്ട് നടക്കാം. ഗോൾഡാ? ഗോൾഡാണ്, റോൾഡ് ഗോൾഡ്. അപ്പൊ ഇത് വേണ്ടേ? എനിക്കൊക്കെ വേണ്ട. അത് നിങ്ങളുടെ മറ്റോക്ക് കൊണ്ട് കൊടുക്കുക. ഓക്കെ ഓക്കേന്നാ? എന്തോക്കെ? ആർക്കാ നിങ്ങക്ക് വള കൊടുക്കണ്ടേ? ആർക്കാ കൊടുക്കണ്ടേന്ന് ഒന്ന് പറഞ്ഞേ. അത് ഞാനൊരു ഫോണിലങ്ങ് പറഞ്ഞു പോയതാ മേരി. എനിക്കങ്ങനെ മറ്റോളൊന്നും ഇല്ല. അതിങ്ങ് തന്നെ. നിങ്ങളെ എനിക്ക് തീരെ വിശ്വാസമില്ല. പഠിക്കാൻ മണ്ടനായിരുന്ന നിങ്ങളെ പണ്ടൊന്ന് വിശ്വസിച്ചു പോയതിന്റെ ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഇനി നിങ്ങളുടെ ഒരു അവിഹിതം കൊണ്ട് താങ്ങാനുള്ള കരുത്തൊന്നും തൽക്കാലം എനിക്കിപ്പോ ഇല്ല. അവിഹിതോ? എന്റെ പൊന്നു മേരി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ ജന്മത്തിൽ ഇതുവരെ മേരി അല്ലാതെ വേറൊരു പെൺകുട്ടിയെ പോലും ഞാൻ നോക്കിയിട്ടില്ല. സത്യം.
സത്യം. ശ്ശെ. റിച്ച് ലൈഫിൽ നിന്നെ പിച്ച ലൈഫിലോട്ട് തള്ളിവിട്ട പെരട്ട തന്തേ, ഷുഗർ ഡാഡി ഇല്ലോണപ്പാ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോനെ. വേണമെങ്കിലേ എന്റെ മോനും സൂചിച്ചോ. എങ്ങനെ ഡാഡി ചെയ്തതുപോലെ എല്ലാം വിറ്റ് തൊലച്ചിട്ടോ? എല്ലാം വിറ്റ് തൊലച്ചിട്ടില്ലല്ലോ. വീടും റിസോർട്ടും ബാക്കി വെച്ചിട്ടില്ലേ നിനക്ക് വിറ്റ് തൊലയ്ക്കാൻ? മരിക്കുന്നതിന് മുമ്പേ എന്റെ മമ്മി അതെന്റെ പേരിൽ എഴുതി വെച്ചോണ്ട് സേഫായി. ഇല്ലെങ്കിൽ നിങ്ങളതൊക്കെ വിറ്റ് വല്ല ടൂറിനും പോയെന്നെ. വേണമെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ മൂകാംബികയ്ക്കാണെന്ന് കള്ളം പറഞ്ഞ് എനിക്ക് പോകായിരുന്നു. ഞാനത് ചെയ്തോ? എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ദാ ഇതെല്ലാം നിന്റെ സ്റ്റെപ്പ് മദേഴ്സ് ആണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? സ്റ്റെപ്പ് മദേഴ്സോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എക്സ്ക്യൂസ് മീ, ഒന്ന് മാറൂ. സോറി ഫോർ മൈ സൺ. സുസന്ന, ജുവാന, അലീസിയ, ബെല്ല കോസ്ത. പണ്ടങ്ങാണ്ട് ഡാഡി ഉപേക്ഷിച്ചു പോയ മദാമ്മമാരുടെ പേര് ഓർമ്മയുണ്ട്. എന്റെ മോളുടെ പേര് ഓർമ്മയുണ്ടോ ഡാഡി? ഓർമ്മയുണ്ടല്ലോ, ആര്യൻ. ഞാനല്ലേ ആ പേരിട്ടത്. ഒരു ക്രിസ്മസ് രാവിൽ എന്നോട് വിട പറഞ്ഞു പോയ പോളണ്ടുകാരി ഗേൾഫ്രണ്ടിന്റെ പേരാത്. ആര്യൻ അന്ന അഗ്വല. അത് ഫോട്ടോഷോപ്പ് ആണെന്ന് മണ്ടന് മനസ്സിലായിട്ടില്ല. കോഴി തന്ത. ഒന്ന് കസോള വരെ പോണം. കസോള അതെവിടെയാണ്? ഓ, അതറിയില്ലേ? ഹിമാചലിന്റെ മടിത്തട്ടിലെ ഒരു പ്രാന്ത ഓ, പ്രദേശം. ഭ്രാന്തന്മാരുടെ സ്ഥലമാണല്ലേ? ഫിലിയോ ബും പാസോ. താങ്ക് യു. എന്താ സംഭവം? അത് നിന്റെ തന്തക്ക് വിളിച്ചാടാ. നിനക്ക് സ്പാനിഷ് ഒക്കെ അറിയോ? ആ വിളിയുടെ മീറ്റർ കേട്ടപ്പോഴേ മനസ്സിലായി. യു ആർ റൈറ്റ് ബേബി. കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മുടെ ജെട്ടിക്കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് റോക്കി, ഷഡ്ഡി ബിസിനസ്സിൽ നീ ശോഭിക്കുന്നു. അത് ശരിയാണോ? പൊന്നി ക്ലാസ് കിട്ടി കിടന്ന ഞാൻ വരെ ഇവന്റെ ചെട്ടിയാണ് ഇപ്പിടുന്നത്. ഇവന്റെ ജെട്ടി നീ ഉപയോഗിക്കണം. ആ റോക്കി ചെട്ടികൾ. ആ ജോക്കിക്ക് ഒരു എതിരാളി, അതാണ് നമ്മുടെ റോക്കി. പിന്നെ അച്ഛനൊന്ന് റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ഇടവകയിലുള്ള എല്ലാവരും എന്റെ ജെട്ടി തന്നെ ഇടും. കുർബാനൊക്കെ വിളിച്ചു പറയാം. ശ്രീവാച്ചോ, യെസ്, നമ്മുടെ അല്ലേ ഇടല്ലോ? ഞാൻ വിത്തൗട്ടാ. അച്ചോ, അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഈശോനെ സ്തുതിച്ചിട്ടോ എന്നെ സുഖിപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല. എൻ്റെ കയ്യിലിരിപ്പ് നന്നാവണം. എന്ത് പറ്റി അച്ചോ? ഞങ്ങളിപ്പോ ഫുൾ ഡീസന്റ് ആണല്ലോ. ആ അച്ഛൻ നന്ന ജപമാലിട്ടതിന് ശേഷം ഞങ്ങള് തല്ലക്ക് നിർത്തി നല്ല ഇടയന്മാരായിട്ട് ജീവിക്കുക. ഞാനും നല്ല ഇടയനയച്ചോ. കണ്ടോ കൊന്ത ബാറിൽ വെച്ച് മറന്നുപോയി. ബാറില്ല, കൂൾ ബാർ. അച്ചോ, ഇവന്മാരോട് ആദ്യം ആക്ടിങ് നിർത്താൻ പറ. എന്നിട്ട് കാവടിക്ക് അടി ഉണ്ടാക്കിയതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ പറ ഈ തൃക്കാവടികളോട്. തൃക്കാവടി നിന്റെ തന്ത ചൊക്ലി മാത്രടാ പന്നി. വേണ്ട അച്ചോ, ഇത് പള്ളി കമ്മിറ്റിയുടെ മാത്രം പ്രശ്നമല്ല, എന്റെ അന്തസ്സിനെയും മാന്യതയും ബാധിക്കുന്ന പ്രശ്നം കൂടിയാണ്. അത് റോക്കി പറഞ്ഞത് ശരിയാ. പൂരത്തിനടി, പെരുന്നാളിനടി, കാവടിക്കടി. നിങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി അടി ഉണ്ടാക്കുമ്പോഴേ നാട്ടുകാർ പറയണത് മേക്കാട്ടുകുളത്തെ ചെക്കൻ അടി ഉണ്ടാക്കി, മേക്കാട്ടുകുളത്തെ ചെക്കൻ അടി ഉണ്ടാക്കി എന്നാണ്. മേക്കാട്ടുകുളത്തെ ചെക്കൻ എന്ന് പറയുമ്പോ തല്ലുണ്ടാക്കിയ ഫൈറ്റർ ഞാനാന്നല്ലേ നാട്ടുകാർ വിചാരിക്കുള്ളൂ. നീ ആണെങ്കിൽ തല്ലിന്നല്ല തല്ല് വാങ്ങിക്കൂട്ടിന്നായിരിക്കും നാട്ടുകാർ വിചാരിക്കുക. അത് കറക്റ്റാ. എടാ, ഞാൻ ഡബിൾ ബ്ലാക്ക് ബെൽറ്റ് ആന്നുള്ളത് കമ്മിറ്റിയിലും പള്ളിയിലുള്ള എല്ലാവർക്കും അറിയാടാ. സംഭവനെ കട്ടാക്കിയ കുനി ഇതെന്തോന്ന് തിരുവാരാളിയാ? ധൈര്യം നീയൊക്കെ റോക്കി ബായ തൊട്ട് നോക്കടാ. അതെ തൊട്ട് നോക്കടാ. ബായ്, വണ്ടി പോയി നെഞ്ചൊക്കെ എടുത്തിട്ട് വന്നാലോ? ഒറ്റയ്ക്ക് രക്ഷപ്പെടാനല്ലേ വേണ്ട, ഇവിടെ നില്ലേ. അടുക്കരുത്, ഞാൻ കളരിയാണ്. കണ്ണിട്ട് കുത്തു നീ. മതി. ഇവിടെ കയ്യാങ്കളി ഒന്നും വേണ്ട. അതന്നെ എനിക്കും പറയാനുള്ളത്. അച്ചോ, ഈ ആന്റപ്പന്റെ കാര്യം അത്ര വലിയ വിഷയാക്കണ്ട. ഇവന്റെ അപ്പനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവൻ ഭേദല്ലേ? ഭേദം ഏതല്ലേന്നാ ഈ ആന്റപ്പേട്ടന്റെ അപ്പൻ ലോനപ്പേട്ടനില്ലേ? ഇന്നാള് റോക്കി ബായുടെ മാനേജർ മാഗിയോട് ചോദിക്കാം, മാജിക് മഷ്റൂം അടിക്കാൻ കൊടൈക്കനാല് പോകുന്നുണ്ട്, കൂടെ വരുന്നുണ്ടോന്ന്. എന്നിട്ട് മാഗി സമ്മതിച്ചില്ല. അപ്പം മ്ലേച്ഛ ബൈബിളിൽ ഇവന്റെ തന്ത പറയാണ് വട്ടവടയിൽ പോയി സ്റ്റാമ്പ് ഇടാൻ പൊളി മൂടാണെന്ന്. ആന്റെ പേട്ടന്റെ അപ്പനെ പറ്റി ഈ നനഞ്ഞോൻ പറഞ്ഞുണ്ടാക്കണ മസാല കഥ കേൾപ്പിക്കാനാണ് അച്ഛൻ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സഭയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് എഴുതി ഒപ്പിട്ട് തന്ന എന്റെ ഡാഡിയുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അച്ഛൻ എന്നോട് വേറെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞോ.
എന്റെ പൊന്ന ആൻ്റപ്പ, കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് നീ അടിയുണ്ടാക്കിയപ്പോൾ പറഞ്ഞ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ഗുണ്ടായിസവും തല്ലുണ്ടാക്കലും ഒക്കെ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങളാണ്, പ്രത്യേകിച്ച് ദേവാലയം പോലൊരു സ്ഥലത്ത്.